മിശിഹായിലെ സ്നേഹങ്ങളെ ഇന്നത്തിരിയേറെ സന്തോഷമുള്ള ദിവസം അല്ലെ? ആണോ? ധ്യാനം കഴിഞ്ഞെന്ന് പറഞ്ഞ സന്തോഷമാണോ? ആണോ? അതെയോ? ധ്യാനത്തിൽ ഒത്തിരിയേറെ ഈ ദിവസങ്ങളില് ഒത്തിരിയേറെ ദൈവത്തോട് അടുത്തു എന്നുള്ളൊരു സന്തോഷമാണ്. ഏതാ? ദൈവത്തോട് അടുത്തു എന്നുള്ളൊരു സന്തോഷത്തോടെയാണെങ്കിൽ കരങ്ങളിൽ പറയുന്നത് ഹല്ലേലൂയ, യേശുവേ നന്ദി, ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, യേശു ആരാധന, യേശുവേ മഹത്വം. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മളെന്നും സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴുള്ള സന്തോഷം. മനസ്സിലായോ? ഈ ലോകത്തിലൊന്നും നിങ്ങൾ എത്ര ആരെ സ്നേഹിച്ചാലും കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈശോയെ കേൾക്കാനും ഈശോയെ കാണാനും നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദൈവാനുഭവം. അത്രയും ഈശോയോട് അടുത്താലേ നമുക്ക് സാധിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈശോയെ കേൾക്കാനും ഈശോയെ കാണാനും ഒക്കെ നമുക്ക് സാധിക്കും. നമുക്ക് എല്ലാം പ്രബലപ്പെടുന്നുണ്ട് കേട്ടോ. ബോധ്യമുള്ള കാര്യം കൊണ്ട് ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരൊറ്റ കാര്യത ഈശോയെ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോഴേ എന്റെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഈശോയെ പല പ്രാവശ്യം കേൾക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈശോയെ കണ്ടുകൊണ്ട് ദൈവത്തിൽ അർപ്പിക്കുവാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, അങ്ങനെ ചോദിക്കും. ചോദിച്ച ഈശോ തരും, ഉറപ്പായിട്ട് തരും. അപ്പൊ ചേച്ചി ഇപ്പൊ പറയാണ്, എന്നും ചേച്ചി ഇടവപ്പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പണിക്ക് പോകുമ്പോ അച്ഛൻ ഹാസ്യം വിലാസം എടുത്ത് ഉയർത്തുമ്പോ എന്റെ യോഗം ഉറക്കാറുണ്ട്. നോക്കിയേ, നമ്മൾ ചോദിച്ചാൽ കിട്ടും. നമ്മൾ ചോദിച്ചാല് ഈശോ തരും. പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. ഇന്ന് നമ്മളൊക്കെ ചോദിക്കുന്നത് എന്തുവാ? മൊബൈൽ ഫോൺ അല്ലേ? അല്ലെ അല്ലെ ചോദിക്കുന്നതല്ലേ? ഐഫോൺ. ഇതൊക്കെ നമ്മളൊക്കെ ചോദിക്കുന്നത്. പാരന്റ്സിനോട് വാശി പിടിക്കാൻ പിന്നെ ഡ്യൂക്ക് അല്ലെ? ആൺകുട്ടികളാണെങ്കിൽ ചോദിക്കുന്നത് ഡ്യൂക്ക് കറങ്ങാൻ പോകാനല്ലേ? അവസാനം കേൾക്കാൻ പത്രത്തിലെ പടം കണ്ടതാണ് അല്ലെ? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ചോദിക്കേണ്ടത് എന്താ? ചോദിക്കേണ്ടത് എന്താ? ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുമ്പത്തെ ധ്യാനങ്ങളിൽ ഞങ്ങളുടെ അവിടത്തേക്ക് തുറന്നു. ഒരു അപ്പച്ചനും അമ്മച്ചും കൂടി 2 മക്കളെ കൊണ്ട് എന്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോഴേ ഞാൻ നോക്കുമ്പോൾ ഈ മകന്റെ ഒരു ഭാഗം വളരെ വികൃതമായിട്ടിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് കണ്ണടച്ച് കുറച്ച് കഴിഞ്ഞിരിക്കും. ഈ അപ്പച്ചനും അമ്മച്ചനോട് ഇതിനു വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനപ്പോ കാണുന്നത് ഒരു ബൈക്കാണ്. ഞാൻ ചോദിച്ചാൽ എന്താ ബൈക്ക് കാണിച്ചതിനെ കുറിച്ച്. അപ്പോഴാണ് ഇവൻ പറയുന്നത്, എനിക്കൊരു ബൈക്ക് ആക്സിഡന്റാ സംഭവിച്ചത്. ഇത് സന്തോഷത്തോടെ പറയാൻ പറ്റുമോ? അവന്റെ ബ്രെയിനിൽ നിന്ന് ചോര ലിക്വിഡ് മൂക്കിലൂടെ വന്നിട്ട് അവന് സീരിയസ് ആയിട്ടിരിക്കുക. എന്നിട്ട് അവന് ഒരു മനസ്സന്തരം വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം അവരോട് ഞാൻ പറഞ്ഞു, ബൈക്ക് പിന്നെയും കാണിക്കുക, എന്താ സംഭവം? ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സംഭവം? പിന്നെ ഈ അപ്പച്ചൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി. ഞാൻ ചോദിച്ചു, അതിന് എത്ര വിലയുണ്ടെന്ന് ചോദിച്ചു. അച്ഛൻ സെക്കൻഡ് ഹാൻഡ് അച്ഛൻ അപ്പോഴും വില പറയുന്നില്ല. സെക്കൻഡ് ഹാൻഡ് അച്ഛൻ ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചു, അതിന്റെ വില പറയണോ? 1.5 ലക്ഷം ഉള്ളു അച്ഛൻ. 1.5 ലക്ഷം സെക്കൻഡ് ഹാൻഡ് വണ്ടി, 1.5 ലക്ഷം. അവൻ അത് മേടിച്ച് എല്ലാം കഴിഞ്ഞു. ഉടനെ ആക്സിഡന്റ് സംഭവിച്ചു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, ഇതിന് എത്ര വയസ്സായി അപ്പച്ച? അവന് 18 വയസ്സ് പോലും കഴിഞ്ഞിട്ട്. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അവൻ ആക്സിഡന്റ് ഇല്ലാക്കി എന്തെങ്കിലും സംഭവിച്ചാൽ നിയമം എന്താണെന്ന് അറിയോ? അപ്പച്ചൻ ഭയപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞു, ജയിലിൽ പോകാൻ ഒരുങ്ങിയിരുന്നു. അപ്പൊ ദൈവം അതാണ്. നമ്മൾ തിരിച്ചറിയണം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മളൊക്കെ ചോദിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് കഴിഞ്ഞാല് കുഞ്ഞി അതിന്റെ അടുത്തേക്ക് ചെന്നാൽ ഇതിനുമുള്ള നമ്മള് ആ കൊച്ചിനെ എന്ത് ചെയ്യും? കൊച്ചിനെ വിടുവോ? മെഴുകുതിരിക്കാൻ സമ്മതിക്കുവോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ ദൈവം ചെയ്തിട്ടുള്ളത്. അതൊരു അനുഗ്രഹമാണ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചറിയണം.